ഭൂപരിഷ്കരണം മുതൽ ഇങ്ങോട്ട് നമ്മൾ എടുക്കണം കാര്യങ്ങൾ. മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ ഉണ്ടായി. സമ്പൂർണ്ണ സാക്ഷരത എല്ലാം അതിൽ പങ്കുവഹിച്ചു. അതെങ്ങനെയാണ്? സാക്ഷരരായ ഒരു ജനത കൂടുതൽ അറിവ് നേടിയപ്പോൾ ജീവിത രീതികളെക്കുറിച്ച്, ചികിത്സയെക്കുറിച്ച്, ആരോഗ്യകരമായ ജീവിത രീതികളെക്കുറിച്ചെല്ലാം അറിവ് നേടി. ഇതെല്ലാം വരുത്തിയ മാറ്റമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ നാട് വളർന്ന് വികാസം പ്രാപിച്ചത്. ഇങ്ങനെ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയാകർഷിക്കും വിധം ഈ രംഗങ്ങളിലെല്ലാം വളർന്നു മുന്നേറാൻ നമുക്ക് പറ്റി. നമ്മളിപ്പോൾ മത്സരിക്കുന്നത് അമേരിക്കയുമായി, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുമായി ഒക്കെയാണ് നമ്മൾ മത്സരിക്കുന്നത്. അതോടൊപ്പം വൻകിട പദ്ധതികൾ കേരളത്തിൽ വന്നത് എത്രയാണ്. ഇപ്പൊ രാജ്യത്തിന് പല കാര്യങ്ങളിലും നമ്മൾ മാതൃക കാണിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ ആരംഭിച്ചു. ഇന്ത്യയിൽ ആദ്യത്തെ ടെക്നോ പാർക്ക് LDF ഗവൺമെന്റിന്റെ കാലത്ത് മുൻപ് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ആരംഭിച്ചു. 10,000-കണക്കിന് ആളുകൾ, ലക്ഷത്തിന് മുകളിൽ ആളുകൾ അവിടെ ജോലി ചെയ്യാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ടെക്നോ പാർക്കാണ്. LDF ഗവൺമെന്റാണ് ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് ആരംഭിച്ച LDF ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ചു. ലോക ശ്രദ്ധയാകർഷിച്ച കേരളത്തിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കോവിഡ് മഹാവ്യാധി വന്നപ്പോൾ നാം പഠിച്ച പാഠമാണ്. കേരളത്തിന് സ്വന്തമായി ഇപ്പോൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയിൽ. ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ അതുവഴി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊക്കെ കൊച്ചി വാട്ടർ മെട്രോയെ കുറിച്ച് മനസ്സിലാക്കി. ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത, കൊച്ചി വാട്ടർ മെട്രോയെ മാതൃകയാക്കി ഇന്ത്യയിലെ 20 നഗരങ്ങളിൽ ജല മെട്രോ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു. ഇതാണ് വാർത്ത. അവരാലോചിക്കുന്നതിന് പോലും മുൻപ് യാഥാർത്ഥ്യമാക്കി മാറ്റിയ നാടാണ് ഈ കേരളം. നമ്മളിൽ നിന്നാണ് പാഠം പഠിക്കുന്നത്, പുതിയ മാതൃകകൾ കണ്ടു മനസ്സിലാക്കുന്നത്.